ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ശ്രീജയും കമലാമ്മയും ഓരോരോ പണികളാണ്. നന്ദിനിയാണെങ്കിൽ രാവിലെ ഇങ്ങനെ ഫോണും തോണ്ടിക്കൊണ്ട് കിച്ചണിൽ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ വേദ ചായ ചോദിച്ചുകൊണ്ടാണ് ശ്രീജയുടെ അടുത്തേക്ക് വരുന്നത്. ശ്രീജേച്ചി ചായ ആയോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ, ഇതാ മോളെ, ഇത് മോക്കുള്ളത്, ഇത് വിക്രമിനും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നന്ദിനി പറയുന്നുണ്ട്, ഞാൻ എഴുന്നേറ്റ് വന്നിട്ടേ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി, ഇത്രയും നേരമായിട്ട് എനിക്കൊരു ചായ തരാൻ തോന്നിയോ? അവൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് അവൾക്ക് ചായയൊക്കെ കയ്യിലങ്ങ് കൊടുത്തേക്കുമല്ലേ. എന്തായാലും ഇവിടെ ഉള്ളവരുടെ മാറ്റങ്ങളൊക്കെ ഞാൻ കുറേയായിട്ട് കാണുന്നുണ്ടെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, നന്ദിനി, നിനക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ഒരു ചായ എടുത്ത് കുടിച്ചുകൂടെ? ശ്രീജ ഇവിടെ രാവിലെ എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ നിനക്ക് ഇതിൽ വന്നൊന്ന് സഹായിക്കുകയൊക്കെ ചെയ്തൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതെന്താ അമ്മേ, ഇപ്പൊ അവള് വന്നല്ലോ, ആ രാജകുമാരി, അവളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റില്ലേ? അമ്മയ്ക്ക് അല്ലേലും ഇളയ മോനോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ട്. ആ ഇഷ്ടം തന്നെ ഇളയ മരുമകളോടും കാണിക്കുന്നതൊക്കെ ഞാനിവിടെ കാണുന്നുണ്ടെന്ന് ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, ദേ നന്ദിനി, നീ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കണ്ട. എനിക്ക് എന്റെ 3 മക്കളും ഒരുപോലെയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന 3 മരുമക്കളും. ഞാനേ നിങ്ങളെ മരുമക്കളായിട്ടല്ല, എന്റെ സ്വന്തം മക്കളായിട്ടാണ് ഞാൻ ഇതുവരെ കരുതിയിട്ടുള്ളത്. അല്ലാതെ നിന്നെ പോലെ കുശുമ്പൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ കമലാമ്മ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട്, എന്തിനാ നന്ദിനി ഈ രാവിലെ തന്നെ അമ്മയോട് വഴക്കിന് പോകുന്നത്? ദേ ശ്രീജേച്ചി, ഒന്നും മിണ്ടാതിരുന്നോണം കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിനെ ഏറ്റുപിടിക്കാൻ കുറെ ആളുകളുണ്ടാവും. അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇപ്പൊ എല്ലാവരും എനിക്കെതിരാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ, എന്റെ പേരിൽ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അമ്മേ. നന്ദിനി ഏട്ടത്തേക്ക് ഇഷ്ടമുള്ളതൊക്കെ നന്ദിനി ഏട്ടത്തി അവിടെ നിന്ന് പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ലെന്ന് പറഞ്ഞിട്ട് ചായ എടുത്തുകൊണ്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നന്ദിനി ഇങ്ങനെ പല്ലുകടിച്ച് ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ചായ എടുത്തോണ്ട് വിക്രമിനെ പോയി തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. ഏയ് വിക്രം, വിക്രമാദിത്യ എന്നൊക്കെ വിളിച്ചിട്ടും വിക്രമാണെങ്കിൽ തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറങ്ങാണ് കേട്ടോ. ഏയ് ഗുണ്ട വിക്രം എന്നൊക്കെ വിളിക്കുമ്പോ ചാടി എഴുന്നേറ്റ്, എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞേക്കുന്നത് എന്നെ അങ്ങനെ വിളിക്കല്ലെന്ന്. അതെ പിന്നെ ഞാൻ എന്തെന്നാ വിളിക്കേണ്ടത്? അയ്യോ, തല്ലും കൊലയും ഒന്നും ഇല്ലാത്ത ഒരു പാവം മനുഷ്യനാണല്ലോ. രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ പോയി കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ട് കുടുംബം മൊത്തം ചെലവ് കാര്യങ്ങളൊക്കെ നോക്കുന്ന മാന്യനായ ഇദ്ദേഹത്തെ ഞാൻ എന്താണോ വിളിക്കേണ്ടെന്ന് ചോദിക്കുമ്പോ, നീ ഉറക്കത്തിൽ എഴുന്നേക്കുമ്പോ തന്നെ മനുഷ്യന് ശല്യമായിട്ട് വന്നോളൂ, നീ നിന്റെ കാര്യം നോക്കി പോയെന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ, ഞാൻ നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഒരു ബെഡ് കോഫി കൊണ്ടുവന്നാ ഇത് കുടിച്ചിട്ടേ പോയി വീണ്ടും പല്ലൊക്കെ തേച്ചിട്ടേ അടുത്ത ഗുണ്ട പണിക്ക് പോകേണ്ടതല്ലേ. അപ്പൊ പിന്നെ സമയം വൈകിക്കണ്ടെന്നോർത്ത് രാവിലെ തന്നെ വിളിച്ചുണർത്താൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേന്ന് വന്നെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രമിന് ആകെ ദേഷ്യം വിടുന്നുണ്ട്. നീ ഒന്ന് മാറിപ്പോക്കോ, രാവിലെ തന്നെ എന്നെ കൊണ്ട് ഓരോന്നും പറയിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വിക്രമിന്റെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. വിക്രം പെട്ടെന്നിട്ട് ഫോൺ എടുക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ വേദ ആ ഫോൺ പെട്ടെന്ന് ചാടി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. നമ്മുടെ ശ്രീനിവാസ സാറാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോ വിക്രം ഇങ്ങനെ ചാടി എഴുന്നിട്ട്, എടി എന്റെ ഫോൺ എടുക്കാൻ നീ ആരാ? അതെ, ഞാൻ ആരാണെന്ന് പറയണം. ഓ, ഭാര്യയാണെന്നായിരിക്കും, അത് മാത്രം എനിക്ക് കേൾക്കണ്ട. ഏയ് അതൊന്നുമല്ല, ഞാൻ വേദ എന്നാ പറയാൻ വന്നത്. ഞാനേ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ, അപ്പൊ എനിക്കും ഇവിടെ വെള്ളടിക്കുന്ന ഫോണൊക്കെ എടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. നീ ഈ വീട്ടിലെയോ? ആര് പറഞ്ഞടി ഈ വീട്ടിലെയാണെന്ന്? അതെ, ഈ വീട്ടില് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞല്ലോ. അച്ഛൻ വന്നപ്പോ പ്രത്യേകം പറഞ്ഞു, ഈ വീട്ടിന്റെ ഏറ്റവും വലിയ ദേവിയാണ് ലക്ഷ്മിയാണ് ഞാനെന്നൊക്കെ. അപ്പൊ പിന്നെ ഈ വീട്ടിലെ അല്ലേ ഞാന് എന്നിങ്ങനെ ചോദിക്കട്ടോ. നീ രാവിലെ കളി കൊണ്ട് നിക്കല്ലേ, എനിക്ക് വന്ന കോളിങ്ങോട്ട് തരികയെന്നിങ്ങനെ പറയാൻ കേട്ടോ. അതെ, രാവിലെ ഓരോരോ ശല്യങ്ങൾ ഇങ്ങനെ വിളിച്ചോളൂ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. രാവിലെ പോയി കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് വിക്രു ഇങ്ങ് പോരെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാന്നിങ്ങനെ പറയാൻ കേട്ടോ. നീ ഫോൺ ഇങ്ങോട്ട് വാ, ആരെ വിളിച്ചെന്ന് നോക്കട്ടെ. അതെ, ആ ശ്രീനിവാസൻ സാർ ഉണ്ടല്ലോ, അദ്ദേഹം വിളിക്കുന്നത്. രാവിലെ വല്ല വെട്ടും കുത്തിനും ഒക്കെ രാവിലെ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കാനായിരിക്കും ഇങ്ങനെ പറയാൻ കേട്ടോ. ശ്രീനി സാറോ, എന്നിട്ട് നീ എന്താ ഫോൺ കട്ട് ചെയ്തത്?
നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടോ. നീ എന്റെ തനി സ്വരൂപം അറിയാന്നിങ്ങനെ വിക്രം ദേഷ്യപ്പെടും. ആഹാ, വിക്രമിന് ഇനിയൊരു സ്വരൂപം ഉണ്ടോ? എല്ലാ സ്വരൂപവും തൽക്കാലം ഞാൻ കണ്ടു. പിന്നെ ഈ വേദയുടെ തനി സ്വരൂപം ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയട്ടോ. എടി, നീ ഫോൺ ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് വേദയുടെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങനെ തട്ടിപ്പറിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ അവരുടെ ചെറിയ ഒരു റൊമാൻറ്റിക് സീനൊക്കെ വരുന്നുണ്ട് തട്ടിപ്പറിക്കുന്നതിന്റെ ഇടയില്. അങ്ങനെ വേദയുടെ കൈ ഇങ്ങനെ പെട്ടെന്ന് ബലമായിട്ട് പിടിച്ചിട്ട് വിക്രം ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം ഫോൺ എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. വേദ ഇങ്ങനെ പുറകെ നിൽക്കുന്നുണ്ടെങ്കിലും വിക്രം മാറിപ്പോയി നിന്നിട്ടാണ് ശ്രീനിവാസ സാറിനെ വിളിക്കുന്നത്. വിക്രമിനോട് അത്യാവശ്യമായിട്ട് പാർട്ടി ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ വിക്രം വന്നിട്ട് അതെ അങ്ങോട്ട് മാറിയുന്നേ, എനിക്ക് പോണെന്ന് പറഞ്ഞിട്ട് അതെ ഞാനിപ്പം മാറില്ല, എന്തായാലും ഇന്ന് ഇയാള് പോണ്ട. ബാങ്കിലെ കടത്തിന്റെ കാര്യമൊക്കെ വലിയ ഡയലോഗൊക്കെ അടിക്കാനേ എളുപ്പമായിരുന്നു. നിങ്ങൾ തന്നെ അടച്ചോളാന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോ വീണ്ടും ആ ശ്രീനി സാറിന്റെ വാലിൽ തൂങ്ങി പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങള് വല്ല ജോലിക്കും പോയിട്ടെ അതൊന്നും അടയ്ക്കുന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും വിക്രം പെട്ടെന്ന് ഒരു സെക്കൻഡ് ഷോക്കായി ഇങ്ങനെ നിപ്പുണ്ട്. വിക്രമാണെങ്കില് വേദയെ തള്ളി ദേഷ്യത്തില് നീക്കിവിട്ടിട്ട് അങ്ങ് കേറി പോവുകയാണ് കേട്ടോ. എനിക്ക് വേദയ്ക്ക് ആകെ ഒരു ടെൻഷനും സങ്കടവും ഒക്കെ ആവുന്നുണ്ട്. വേദ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്താ മോളെ നിന്റെ മുഖത്തൊരു വാട്ടോന്ന് ഇങ്ങനെ കമലാമ്മ ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ലമ്മേ. ആ വിക്രമിന്റെ കയ്യിന്നേ നല്ലത് കിട്ടിക്കാണും. രാവിലെ വലിയ കൊഞ്ചിക്കൊഴയാന്നോർത്ത് രാവിലെ അങ്ങോട്ടേക്ക് പോയതല്ലേ. വിക്രമിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നൊന്നും അവൻ ഇഷ്ടമല്ലെന്ന് ഇവക്ക് അറിഞ്ഞൂടെ. പിന്നെ എന്തിനാ ഇവളെപ്പോഴും ചായയായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്? ഇവിടെ മുഖം കണ്ടപ്പോഴേ അവന്റെ ഇന്നത്തെ ദിവസം പോക്കായി കാണുന്ന ഇങ്ങനെ നന്ദിനി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ പറയുന്നുണ്ട്, നന്ദിനി എടുത്തി എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? പിന്നെ വിക്രു എന്നിങ്ങനെ കവിളിലിട്ടൊരു പിച്ച് വെച്ചി. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്ന് നൊന്തു, അതുകൊണ്ടാ എന്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജയാണെങ്കിൽ ഇങ്ങനെ വേദയെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നന്ദിനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഷോക്കാവുന്നു. വിക്രോ നിന്റെ കവിളിൽ പിടിച്ചോ, ഒന്ന് പോടിയൊന്ന്. ആ ഇത് കണ്ടോ എന്റെ കവിള് ചുമന്ന് കിടക്കുന്നുണ്ടോ? അതെ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് കവിളിൽ പിടിച്ചാൻ വന്നപ്പോ ഞാനിങ്ങനെ പെട്ടെന്ന് ഓടി പോന്നോന്ന് പറഞ്ഞിട്ട് നാണത്തോടു കൂടി വേദ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദിനി ആകെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കില് അമ്മയെ ഞാനൊന്ന് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കുളിച്ച് പെട്ടെന്ന് റെഡിയായിട്ട് പോവാണ് കേട്ടോ. ഈ സമയം മാഷാണെങ്കിൽ പറമ്പിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. കമലേ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയാണ്. അല്ല മാഷേ എന്തേലും ചായ വല്ലതും കുടിച്ചിട്ട്? ആ വേണ്ട, നിന്റെ മക്കളൊക്കെ ചായ കുടിക്കാനും തിന്നാനും മാത്രമായിട്ടൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർക്കൊക്കെ സമയം അങ്ങ് ഉണ്ടാക്കി കൊടുക്ക്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആ പറമ്പിൽ പോയി കിടന്ന് മണ്ണ് കളിക്കാന്ന് പറഞ്ഞിട്ട് മാഷ് ഒരു തോർത്തിങ്ങനെ എടുത്തിട്ടിട്ട് പറമ്പിലേക്ക് പോവാണ്. ഈ സമയം കമലാമ്മ പറയുന്നുണ്ട്, മോനെ കാപ്പി കുടിച്ചിട്ട് പോവാന്നിങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ. ഇല്ലമ്മേ എനിക്കൊരു അർജന്റ് ഉണ്ട്, എന്തായാലും ഞാൻ പിന്നെ വന്നിട്ട് കഴിച്ചോളാം എന്നിങ്ങനെ പറയട്ടെ. ആ അപ്പൊ വീണ്ടും മാഷ് പറയുന്നുണ്ട്, എന്തിനാ കമലേ നീ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അവർക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉള്ളതല്ലേ, എന്തേലും ആരെങ്കിലും വെട്ടാനും തല്ലാനും ഒക്കെ വിളിച്ചിട്ടുണ്ടാവും നിന്റെ മോനെ, അതല്ലാതെ വേറെന്താ തിരക്കെന്നിങ്ങനെ പറയുമ്പോ വിക്രം പെട്ടെന്ന് കമലാമ്മേനെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ബൈക്ക് എടുത്തോണ്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് മാഷിനോടായിട്ട് കമലാമ്മ പറയുന്നുണ്ട്, എന്തിനാ മാഷെ എപ്പോഴും അവനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവനെ നന്നായിക്കോളും, അവനിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ പുറത്തു പോയി. കമലെ നീ നിന്റെ മകനെ നല്ലതാണെന്ന് ഓർത്തു വെച്ചോണ്ടിരുന്നോ? അതെ നിന്റെ മകൻ പോകുന്ന വഴിയൊന്നും ശരിയല്ല. ഇനിയിപ്പോ വേദയെന്നല്ല ആര് ശ്രമിച്ചാലും നിന്റെ മകനെ നേർവഴിക്ക് നടത്താനേ കഴിയില്ല. എത്രയോ കുട്ടികളെ പഠിപ്പിച്ച ആ ഒരു അനുഭവ പാഠം കൊണ്ട് ഞാൻ പറയുന്നതാ. നിന്റെ മോൻ നന്നാവും പോകുന്നില്ല എന്ന് പറയുമ്പോ മാഷെ അങ്ങനെയൊന്നും പറയില്ലേ മാഷെ, എന്റെ മോൻ തിരിച്ചു വരും, എന്റെ മോന് നല്ല രീതിയിൽ മാഷ് ആഗ്രഹിച്ചതുപോലെ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേ കമലെ നീ ആവശ്യമില്ലാത്തത് ആഗ്രഹിച്ച് ചിന്തിച്ച് നിന്റെ ആരോഗ്യം കളയണ്ട. നിനക്ക് എന്തായാലും നിനക്ക് വയ്യാണ്ടായാലേ ഞാൻ മാത്രമേ കാണുള്ളൂ, നീ അല്ലാതെ ആരെയും പ്രതീക്ഷിച്ചിരിക്കണ്ട. പിന്നെ നിന്റെ മോൻ നന്നാവണമെന്നുണ്ടെങ്കിൽ ആ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കണം. അതില്ലാത്തടത്തോളം കാലം നിന്റെ മോനെ നീ നല്ല വഴിക്ക് വരുമെന്ന് നീ വിചാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങ് പോവാണ് കേട്ടോ. മാഷ് ഇച്ചിരി ചായെങ്കിലും കുടിച്ചിട്ട് ആ രാവിലെ എന്തായാലും ദാഹവും വിശപ്പൊന്നുമില്ല, ഞാൻ പോയി എന്തെങ്കിലും ഇച്ചിരി കുഴിച്ചു വെച്ചിട്ടോ കൃഷി ചെയ്തിട്ടോ ഒക്കെ വരാം
വയറ്റിലേക്ക് എല്ലാവർക്കും വയറ് നിറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് മാഷ് ഇങ്ങനെ നിറകണ്ണുകളോടുകൂടി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കമലാമ്മയും ആകെ വിഷമമാവുകയാണ്. കമലാമ്മ പെട്ടെന്ന് വിക്രമിനെ കുറിച്ച് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ പെട്ടെന്ന് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, എന്തായാലും എന്റെ മക്കള് കാരണം 3 പെൺകുട്ടികളുടെ ജീവിതവും കൂടി പോയല്ലോ എന്നുള്ള ഒരു സങ്കടമേ ഈ അമ്മയ്ക്കുള്ളൂ എന്ന് പറയുമ്പോ അങ്ങനെയൊന്നും പറയില്ല അമ്മേ, അമ്മ വിഷമിക്കാതെ ചെല്ലെന്ന് പറഞ്ഞിട്ട് ശ്രീജ ഇങ്ങനെ കമലാമ്മയും കൂട്ടി അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വേദയാണെങ്കിൽ വിക്രം പോയതിനു ശേഷം വിക്രമിന്റെ റൂമും ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മാറ്റി പുതിയത് വിരിച്ചിട്ട് എല്ലാം കുടഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. ഈ സമയം കുറെ നേരമായിട്ടും വേദയെ റൂമിൽ നിന്ന് പുറത്തേക്ക് കാണുന്നില്ലല്ലോ. അങ്ങനെ കമലാമ്മ ശ്രീജയോട് പറയുന്നുണ്ട്, ശ്രീജയ് കുറെ നേരമായല്ലോ വേദമോൾ അകത്തേക്ക് പോയിട്ട്, എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം, വേദയും കൂടി ഒന്ന് വിളിക്കാന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദിനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ആ ഇനി ഇളയ മരുമോള് വന്നിരുന്നാലേ അമ്മയ്ക്ക് ഭക്ഷണം ഇറങ്ങത്തുള്ളല്ലോ എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മയും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവര് ഭക്ഷണം കഴിച്ചിട്ട് അമ്മ വേദ എന്തെങ്കിലും തിരക്കായിരിക്കും, അല്ലെങ്കിൽ വേദ കറക്റ്റ് സമയത്ത് വരാറുള്ളതല്ലേ, വേദയുടെ അത്യാവശ്യ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേദ ഇങ്ങ് വന്നോളും, അമ്മ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞിട്ട് കമലാമ്മയ്ക്ക് ഭക്ഷണമൊക്കെ ശ്രീജ വിളമ്പി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവര് വീണ്ടും ഓരോരോ പണികളാണ് കേട്ടോ. എന്നിട്ട് കമലാമ്മ വീണ്ടും കിച്ചണിലെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കാണ് ശ്രീജ. അങ്ങോട്ടേക്ക് വന്നിട്ട് കമലാമ്മ പറയുന്നുണ്ട്, ശ്രീജ വേദമോളെ ഇതുവരെ വന്നില്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കമലാമ്മ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം റൂമിന്റെ വാതിൽ ഇങ്ങനെ ചാരിക്കിടപ്പുണ്ട്. മോളെ വേദേ നീ എന്തെടുക്കുക എന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനക്കൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ കുറെ തവണ വേദേനെ വിളിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് തിരിച്ച് മറുപടിയൊന്നും കാണുന്നില്ലാത്തപ്പോ നമ്മുടെ കമലാമ്മ ആകെ പേടിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് റൂമിലേക്ക് കഥ തള്ളി തുറന്ന് കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ആകെ തറയിൽ കമന്നടിച്ച് വീണ് കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കമലാമ്മ ഓടിപ്പോയിട്ട് മോളെ വേദ വേദ നിനക്ക് എന്താ പറ്റി എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും വേദ കണ്ണു തുറക്കുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രീജയെ നന്ദിനി ഓടി വാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശ്രീജയും നന്ദിനി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അതെ വേദമോള് വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുമ്പോ ശ്രീജ ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്, തളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വേദ പെട്ടെന്ന് ഇങ്ങനെയാണ് കണ്ണു തുറന്നിട്ട് വീണ്ടും മയങ്ങിപ്പോവാണ്. മോള് പെട്ടെന്ന് തന്നെ നന്ദിനി പറമ്പിലോട്ട് എന്നിട്ട് മാഷിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി ഓടിപ്പോയി മാഷിനെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ പറ്റിയത്? അറിയില്ല മാഷെ, രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു, വേദ ഇപ്പോ കണ്ണു തുറക്കുന്നില്ല, ഞാൻ വരുമ്പോ ഇവിടെ തറയില് വീണ് കിടക്കുകയാണ്, ഈശ്വര ഇനി എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ ആകെ പരിഭ്രമിക്കാണ് കേട്ടോ. കമലം നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു ഓട്ടോ വിളിക്കാം, അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ നോക്കുന്ന ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ മാഷ് പോയി പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഓട്ടോയില് മാഷ് കയറാൻ പോകുമ്പോ ശ്രീജ പറയുന്നുണ്ട്, വേണ്ട അച്ഛന് ഇപ്പൊ മുഷിഞ്ഞിരിക്കുമല്ലേ പറമ്പിൽ വന്നിട്ട്, ഞാൻ പൊക്കോളാം എന്നിങ്ങനെ പറയാട്ടോ. അപ്പൊ കമലാമ്മയും പറയുന്നുണ്ട്, ശ്രീജ ഞാനും കൂടി വരാം, വേദമോളെ ഇങ്ങോട്ട് ചേർത്തിരുത്തെന്ന് പറഞ്ഞിട്ട് വേദനെ നടുക്കി ഇങ്ങനെ ഇരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, ശ്രീജ നീ പെട്ടെന്ന് വിക്രമിനെ ഒന്ന് വിളിച്ചേ. അമ്മേ വിക്രമിനെ ഇപ്പൊ വിളിക്കണോ? ഹോസ്പിറ്റലിൽ അല്ല നീ ഇപ്പൊ വിളിക്ക്, അവനോട് പെട്ടെന്ന് വരാൻ പറയുന്ന ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ശ്രീജ ഫോൺ എടുത്തിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം വിക്രമാണെങ്കിൽ ശ്രീനിവാസ സാറിന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്താ സാർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ? അതെ വിക്രമിനോട് ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. അതെ താനൊരു വലിയ ആളാവാൻ പോവാണല്ലോ. ഈ ശ്രീനിവാസൻ സാറിന്റെ ഈ വലം കൈയായിട്ടുള്ള വിക്രമിന് പാർട്ടി വലിയൊരു പൊസിഷനാണ് കരുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്റെ അനന്തരാവകാശി എന്ന നിലയിൽ ഈ പൊസിഷൻ നിനക്ക് ഞാൻ കൈമാറുവാന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ വിക്രം ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും വന്നിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാ ഈ സമയം വിക്രമിന്റെ ഫോൺ അടിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസ സാർ പറയുന്നുണ്ട്, എന്തായാലും താനിവിടെ ഇരിക്ക്, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണ്ടേന്ന് ഇങ്ങനെ പറയാട്ടോ. എന്നാ ശ്രീജയുടെ ഫോൺ കോള് കാണുന്നെങ്കിലും വിക്രം കുറെ തവണ അത് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. ശ്രീനിവാസ സാർ പറയുന്നുണ്ട്, എടോ എന്തെങ്കിലും അത്യാവശ്യ കോളാണെങ്കിലേ താനൊന്ന് എടുത്തിട്ട് വാന്നിങ്ങനെ പറയാട്ടോ.
അങ്ങനെ കോൾ എടുക്കുന്നതും വിക്രം എത്ര തവണയാ വിളിക്കുന്നത്. വേദ റൂമിൽ ബോധമില്ലാതെ കിടന്നു. ഇപ്പൊ ഞാനും അമ്മയും കൂടി ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ, നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ശ്രീജ പെട്ടെന്ന് കോള് കട്ട് ചെയ്യാട്ടോ. എന്നാൽ വിക്രമാണെങ്കിൽ തിരിച്ച് എന്തെങ്കിലും പറയണമെന്നൊക്കെ പറയാൻ ഒരുങ്ങുന്നെങ്കിലും ഫോൺ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാണ്. വേദ തലകറങ്ങി വീണുന്ന് കേൾക്കുമ്പോ ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. അവർക്ക് എന്തായിരിക്കും പറ്റിയെന്നൊക്കെ ഓർത്തിട്ട്. എന്നാൽ ശ്രീനിവാസ് സാറിന്റെ അടുത്ത് വന്ന് വിക്രമിന് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാനും വയ്യല്ലോ. സാർ, വേദയ്ക്ക് എന്ത് പറ്റിയടോ? വേദ എന്തോ തലകറങ്ങി വീണു, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അതില് വീട്ടിലുള്ളവരൊക്കെ ഇല്ല. അല്ല സാർ, എന്നോട് പെട്ടെന്ന് ചെല്ലാനാ പറഞ്ഞെന്ന് ഇങ്ങനെ പറയുമ്പോ ശ്രീനി സാറിന്റെ മുഖമൊക്കെ വല്ലാണ്ടാവുന്നുണ്ടല്ലോ. അപ്പോ ഇനിയിപ്പോ കുടുംബോ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ പൊസിഷനൊന്നും ശരിയാവില്ലടോ. എന്തായാലും താൻ ചെല്ല്, ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വിക്രമിന് ആകെ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. എന്നാലും വേദയുടെ കാര്യം കേട്ടപ്പോ വിക്രം പെട്ടെന്ന് തന്നെ അവിടുന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പാഞ്ഞു ചെല്ലുന്നുണ്ട് കേട്ടോ. ആ ഹോസ്പിറ്റലിന്റെ പേരും ചോദിച്ചിരുന്നു. ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ വിക്രം നേരെ എത്തുന്നത്. ഈ സമയം ശ്രീജി ഒന്നും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കില്ല. അത്രയ്ക്ക് പാഞ്ഞാണ് നമ്മുടെ വിക്രം അവിടെ വരുന്നത് കേട്ടോ. വിക്രം അവിടേക്ക് വന്ന് നിർത്തി കഴിയുമ്പോഴാണ് അവര് വരുന്ന ഓട്ടോ അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്താ ശ്രീജേച്ചി പറ്റിയത്, എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അറിയില്ല വിക്രം, അമ്മ അങ്ങോട്ടേക്ക് ചെന്നത്. അമ്മ ചെല്ലുമ്പോ വേദ റൂമില് ബോധമില്ലാണ്ട് കിടക്കുമായിരുന്നു എന്ന് പറയാട്ടോ. കമലാമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അമ്മ വെറുതെ കരഞ്ഞ് ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരുത്തി വെക്കണ്ട, അവക്കെ ചിലപ്പോ BP എല്ലാം താന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിക്രം നമ്മുടെ വേദിയെ ഇങ്ങനെ വാരി എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ റൂമിലേക്ക് ഓടിപ്പോവാണ് കേട്ടോ. ശ്രീജയും പുറകെ ചെല്ലുന്നുണ്ട്. എന്താ പറ്റിയെന്ന് സിസ്റ്റർ വന്ന് ചോദിക്കുമ്പോ ശ്രീജ പറയുന്നുണ്ട്, അറിയില്ല സിസ്റ്റർ, എന്താന്നറിയില്ല, ബോധം കെട്ട് കിടക്കുമായിരുന്നു. അതെ, നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് നിൽക്ക്, രോഗി അങ്ങോട്ട് കിടത്തുക്കോളൂന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കിടത്തുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയുടെ BPയും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. വിക്രമിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ശ്രീനിവാസ സാറിന്റെ കാര്യം ഓർക്കുന്നുണ്ട്. വേദയ്ക്ക് എന്താ പറ്റിയെന്നും അറിയില്ലല്ലോ, ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാ ഈ സമയം കമലാമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ശ്രീജയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും കമലാമ്മ അയ്യോ എന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തായിരിക്കും ഈശ്വര, ഇനി അവരുടെ വീട്ടുകാരോട് ഞാൻ എന്ത് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയുടെ വീണ വീഴ്ചയ്ക്ക് വേദയുടെ നെറ്റിയൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെറ്റിയിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ പറ്റിയെന്നൊക്കെ കമലാമ്മയ്ക്ക് ആകെ ടെൻഷനാണ്. വിക്രമിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. വിക്രം പറയുന്നുണ്ട്, അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കുക, ഡോക്ടറെ കാണിച്ചിരിക്കല്ലേ, എന്താന്ന് ഡോക്ടർ പറയട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനും ആകെ ടെൻഷനാണ്. അവക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ, വേദയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വന്നിട്ട് സിസ്റ്റർ വിളിക്കുന്നുണ്ട്, ഡോക്ടർ വിളിക്കുന്നുണ്ട്, ഒരാൾ അകത്തേക്ക് കയറി വാന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും കമലാമ്മയും ശ്രീജിയും കൂടി വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ വിക്രം ചെല്ലുമ്പോഴേക്കും നിങ്ങൾ ആരാ രോഗിയുടെ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ വിക്രം ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഡോക്ടർ തന്നോടാ ചോദിച്ചത് രോഗിയുടെ ആരാണെന്ന്. അത് ഞാൻ അവളുടെ ഭർത്താവാ. ഭർത്താവെന്ന് പറയാൻ തനിക്കെന്താ ഇത്ര മടിയെന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. ഒന്നുമില്ല, അവക്ക് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. അതെ, ഒന്നുമില്ല, ഡീഹൈഡ്രേഷനും ഉണ്ട്, നല്ല BP ലോ ആയിട്ടുണ്ട്. എന്താ കുട്ടിക്ക് നല്ല ഭക്ഷണമൊന്നും കൊടുക്കാറില്ലെന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. ഇല്ല, ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അതെ, എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്കിന് നന്നായിട്ട് ശ്രദ്ധിക്കണം, വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ പറയണം. അതെ, നല്ല വൈറ്റമിൻസും കാൽസ്യം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ നന്നായിട്ട് കൊടുക്കണം. കുട്ടിക്ക് നല്ല ബോഡി വീക്കായിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്കിന് നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണമെന്ന് ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ വിക്രമ നോക്കുമ്പോ വേദയെ ട്രിപ്പിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കായിരിക്കും. വേദ ഇങ്ങനെ കണ്ണു തുറന്ന് വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ. വിക്രം പെട്ടെന്ന് വേദയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ നിനക്ക് പറ്റിയെന്ന് ഇങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് എനിക്കൊന്ന് തല കറങ്ങിയതാ. ഞാൻ എവിടെയാ വിക്രം? ഇപ്പൊ ഹോസ്പിറ്റലിലാ ഉള്ളത്, അമ്മയും ശ്രീജേജിയും പുറത്തുണ്ട്. വിക്രമിന് ബുദ്ധിമുട്ടായോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്, താനിപ്പോ ഓക്കെ അല്ലേന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല വിക്രമിന് തിരക്കാണെങ്കിൽ പൊക്കോ. ഇല്ല, തന്റെ ഇതെല്ലാം കഴിയട്ടെ, എന്തായാലും താൻ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പുറത്ത് കാണും, ശ്രീജേച്ചിയോട് കയറി വരാന്നിങ്ങനെ പറയാനായിട്ട് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ വേദ ഇങ്ങനെ വിക്രമിന്റെ കയ്യിൽ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. വിക്രം എന്ന് പറയുമ്പോ വിക്രം ഇങ്ങനെ വേദയെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. താങ്ക്സ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ വേദയുടെ കയ്യിലിങ്ങനെ വിക്രം പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ എന്താ മൂക്ക് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലമ്മേ, അവക്കെന്തോ ഫുഡിന്റെയോ വെള്ളത്തിന്റെയോ ഒക്കെ കുറവാണെന്നാ ഡോക്ടർ പറഞ്ഞത്. നല്ല ഫുഡൊക്കെ കൊടുക്കണം, BPയും ലോയാണ്, എന്തായാലും റെസ്റ്റ് എടുക്കാനാ പറഞ്ഞെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കമലാമ്മയും ശ്രീജയും കൂടി അകത്തേക്ക് പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. വിക്രമാണെങ്കിൽ അവിടെ ഡോക്ടറുടെ റൂമിന് പുറത്തിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.